നമസ്കാരം. ശ്രീകൃഷ്ണ ഡിവൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വേനലിൻ്റെ തളർച്ചയിൽ നിന്ന് പ്രകൃതി സ്വർണ്ണവർണ്ണമണിഞ്ഞുണരുന്ന കാലമാണ് വിഷു. ഇന്നലകളുടെ ഇരുട്ടിനെ മായ്ച്ചു കളഞ്ഞ് വരാനിരിക്കുന്ന ഒരു വർഷത്തെ മുഴുവൻ വെളിച്ചത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുന്ന പുണ്യനിമിഷമാണ് വിഷുക്കണി. ഓരോ മലയാളികളുടെയും മനസ്സിൽ ആത്മവിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും കണിമലരുകൾ വിരിയുന്ന ഈ ദിനം വെറുമൊരു ആഘോഷമല്ല, മറിച്ച് പ്രകൃതിയോടുള്ള ആദരവും വരും കാലത്തെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷയുമാണ്. പുരാതന ജ്യോതിഷഗണന അനുസരിച്ച് യഥാർത്ഥ സൗരവർഷം ആരംഭിക്കുന്നത് മേടസംക്രമത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ പുതിയ ജീവിതചക്രത്തിൻ്റെ തുടക്കം കൂടിയാണ്. 2026 വർഷം ഏപ്രിൽ മാസം 14-ാം തീയതി, അതായത് 1201 ആണ്ട് മേടമാസം 1-ാം തീയതി രാവിലെ 9:32 ഉദയാൽപരം 8 നാഴിക 8 വിനാഴികയ്ക്ക് ചതയം നക്ഷത്രം അതിൻ്റെ 3-ാം പാദത്തിൽ മേടരവി സംക്രമം നടക്കുകയാണ്. ഈ സംക്രമം നടക്കുന്നത് കുംഭക്കൂറിലാണ്. 2026 മേടമാസം തൊട്ട് അടുത്ത വിഷുക്കാലം വരേക്കും അശ്വതി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്നാണ് വീഡിയോയിൽ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയതായി വരാനുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഗ്രഹനിലയുടെ സങ്കീർണതയിൽ കടക്കാതെ തന്നെ നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ സ്വഭാവവും കാലത്തിൻ്റെ മാറ്റവും തമ്മിലുള്ള പൊരുത്തമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വിഷുവർഷം അശ്വതി നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം. അശ്വതി നക്ഷത്രത്തിന് ശനി 12-ലാണ്, അതായത് 7 ശനിയുടെ കാലഘട്ടമാണ്. ശനി 12-ലും വ്യാഴം ഇപ്പോൾ ഇവർക്ക് ദോഷപ്രദമായിട്ടിരിക്കുന്ന കാലമാണ്. 2026 ജൂണോട് കൂടി വ്യാഴത്തിന് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിനുശേഷം അശ്വതി നക്ഷത്രത്തിന് നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ രംഗത്ത് സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ വർഷം പ്രതീക്ഷിക്കാം. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിവരും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കുമെങ്കിലും ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകും. പ്രൊമോഷനുള്ള സാധ്യത കാണുന്നു. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റം സംഭവിക്കാൻ സാധ്യത കാണുന്നു. പുതിയ അവസരങ്ങൾ ഒക്കെ അനുഭവയോഗ്യമാകുന്ന വർഷമാണ് 2026 വിഷുവർഷം അശ്വതി നക്ഷത്രത്തിന്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ വിചാരിച്ചിട്ട് സാധിക്കാതെ മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു യോഗം കാണുന്നു. പങ്കാളിത്ത കച്ചവടങ്ങളിൽ കൃത്യമായ കരാറുകൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഈ വിഷുവർഷം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരത കൈവരുന്ന വർഷമാണ്. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക. കുടുംബത്തിലെ ചിലവുകൾ ധാരാളമായി വർദ്ധിക്കുന്ന സമയമാണ്. യാത്രാ ചിലവുകൾ, സന്താനങ്ങളുടെ പഠനങ്ങൾ, മംഗളകാര്യങ്ങൾ തുടങ്ങിയവ. അതുകൊണ്ട് തന്നെ ചിലവാക്കുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കും. പുതിയ വാഹനങ്ങളോ വീടോ സ്ഥലങ്ങളോ വാങ്ങാൻ ആഗ്രഹിക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് അതിനുള്ള ആരംഭ നടപടികൾ തുടങ്ങാൻ പറ്റിയ സമയമാണ്. നിക്ഷേപങ്ങൾ നടത്തുന്നതിനു മുമ്പ് കൃത്യമായ പ്ലാനിംഗ് ആവശ്യമാണ്. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. ചെറിയ തർക്കങ്ങൾ അവഗണിക്കുന്നത് ബന്ധം കൂടുതൽ ദൃഢമാകാൻ സഹായിക്കും. പ്രണയബന്ധങ്ങളിൽ ഊഷ്മളത നിലനിൽക്കും. പുതിയ ബന്ധങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. തടസ്സപ്പെട്ടു കിടന്നിരുന്ന ആലോചനകൾ പുനരാരംഭിക്കാനും മംഗളകർമ്മങ്ങൾ നിശ്ചയിക്കാനും ഈ കാലയളവ് അനുയോജ്യമാണ്. ഈ വിഷുവർഷക്കാലത്ത് പുതിയ കച്ചവടങ്ങൾ, നൂതന സംരംഭങ്ങൾ തുടങ്ങിയവ ശുഭകാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. പ്രശസ്തിയും അംഗീകാരവും തേടിയെത്തും. പുതിയ കോഴ്സുകളിൽ ചേരാനോ ഉപരിപഠനത്തിന് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വിഷുവർഷക്കാലം വളരെ അനുകൂലമാണ്. പഠനകാര്യങ്ങളിൽ വർഷത്തിൻ്റെ തുടക്കത്തിൽ ചില തടസ്സങ്ങളോ മടിയോ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ നിശ്ചയദാർഢ്യത്തോടെ ശ്രമിച്ചാൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും.
മത്സര പരീക്ഷകളിൽ തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കും. സാങ്കേതിക വിദ്യ, ശാസ്ത്രം, മാനേജ്മെന്റ് എന്നീ മേഖലയിൽ പഠിക്കുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് അതിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. വിസ സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ തലവേദനയോ ഉണ്ടായേക്കാം. കൃത്യമായ ഭക്ഷണക്രമവും വിശ്രമവും പാലിക്കുക. യാത്രകളിൽ ജാഗ്രത പുലർത്തുന്നത് ഉത്തമമാണ്. വർഷാരംഭത്തിൽ നല്ല ശാരീരിക ക്ഷമതയും ഉത്സാഹവും അനുഭവപ്പെടും. എങ്കിലും അമിതമായ ജോലിഭാരം കാരണം പെട്ടെന്ന് തളർച്ച അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. BP സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. പെട്ടെന്ന് ഉണ്ടാകുന്ന ദേഷ്യം, അനാവശ്യ ഉത്കണ്ഠ എന്നിവ നിങ്ങളുടെ മാനസിക സമാധാനത്തെ ബാധിച്ചേക്കാം. മനസ്സിനെ ശാന്തമാക്കാൻ ധ്യാനമോ പ്രാണായാമമോ ശീലിക്കുന്നത് നന്നായിരിക്കും. ഈ വിഷുവർഷക്കാലത്ത് അശ്വതി നക്ഷത്രക്കാർക്കുള്ള ഗുണമെന്ന് പറയുന്നത് തൊഴിൽ രംഗത്ത് പുരോഗതി, തടസ്സങ്ങൾ നീങ്ങുക എന്നതാണ്. ഈ കാലയളവിൽ അശ്വതി നക്ഷത്രക്കാർ ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങളാണ്: അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടുന്നതും ഒഴിവാക്കുക. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കുക. ചെറിയ വാക്കേറ്റങ്ങൾ വലിയ അകൽച്ചയ്ക്ക് കാരണമായേക്കാം. ഈ വിഷുവർഷത്തിൻ്റെ ആദ്യ പകുതി കാലയളവിൽ ആർക്കെങ്കിലും വലിയ തുക കടം കൊടുക്കുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കാരണം നൽകിയ പണം തിരികെ ലഭിക്കാൻ താമസം നേരിട്ടേക്കാം. ഇനി പരിഹാരങ്ങൾ നമുക്ക് നോക്കാം. ഈ പരിഹാരങ്ങൾ എന്ന് പറയുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനും അതുപോലെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനുമായിട്ടാണ് യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തുന്നത്. ഓരോരുത്തർക്കും ആകുന്നതുപോലെ പരിഹാരം ചെയ്യുക. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാവിധി വഴിപാട് നടത്തുന്നതും ഉത്തമമാണ്. നാഗരാജാവിനും നാഗയക്ഷിക്കും മഞ്ഞപ്പൊടി അഭിഷേകം നടത്തുന്നത് അത്യുത്തമമാണ്. ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുന്നതോ കർഗമാല സമർപ്പിക്കുന്നതോ തടസ്സങ്ങൾ നീങ്ങാൻ ഉത്തമമാണ്. പ്രദോഷങ്ങൾ ശിവക്ഷേത്ര ദർശനവും ജലധാര വഴിപാടായി നടത്തുന്നതും മനഃശാന്തി ലഭിക്കാൻ നല്ലതാണ്. ആരോഗ്യ പുരോഗതിക്കായി ധന്വന്തരമൂർത്തിയെ ഭജിക്കുന്നതും ജന്മനക്ഷത്ര ദിവസം വിഷ്ണു ഭഗവാന് പാൽപ്പായസം വഴിപാടായി നടത്തുന്നതും ഉത്തമമാണ്. അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ 2026 വിഷുക്കാലം എന്നത് സാമ്പത്തിക നേട്ടങ്ങൾക്കും പുതിയ തുടക്കങ്ങൾക്കും അനുകൂല സമയമാണ്. എല്ലാവർക്കും ആരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നന്ദി, നമസ്കാരം.